നമുക്കിന്നൊരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിലൊരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി എണ്ണയിലോട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റാനിടാം. അതിൻ്റെ കൂടെ ഞാൻ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അത്ര നിർബന്ധമൊന്നുമല്ല, പക്ഷെ അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം അതെടുക്കാം. അപ്പോൾ അതും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മുളക് ചേർക്കാം. മുളക് എന്ന് പറഞ്ഞാൽ എരിവിന് വേണ്ടിയിട്ടൊരു കുറച്ചൊരു 3-4 എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളകും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളകും. അപ്പോൾ ഇത് നല്ല എരിവുള്ള നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. നമുക്കിത് കപ്പയുടെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി തന്നെയായി. നമുക്കിതിലോട്ട് ഒരു ചെറിയൊരു പീസ് പുളിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കൂടുതലൊന്നും വരണ്ട. ഇപ്പോൾ എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ നനച്ച് കൊടുക്കാം ഇതിലോട്ട്.